വനിതാ കമ്മീഷൻ നിള സാംസ്കാരിക വേദിയുമായി സഹകരിച്ച് മലയങ്കിഴി ഗ്രാമപഞ്ചായത്തിൽ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് സംഘടിപ്പിച്ചു. മുൻ MP അഡ്വക്കേറ്റ് P. സതീദേവി മാരിറ്റൽ കൗൺസിലിംഗും ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്തു. വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾക്കും വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്കും വേണ്ടിയാണ് ബോധവൽക്കരണ ക്ലാസും കൗൺസിലിംഗും സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള വനിതാ കമ്മീഷൻ നിള സാംസ്കാരിക വേദിയുടെ സഹകരണത്തിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സംഘടിപ്പിച്ചു. മലയങ്കിഴ് മാധവകവി സംസ്കൃതി കേന്ദ്രത്തിൽ നടന്ന സെമിനാർ വനിതാ കമ്മീഷൻ അധ്യക്ഷയും മുൻ MPയുമായ അഡ്വക്കേറ്റ് P. സതീദേവി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടപെടുന്നതിന് പകരം ആ പ്രശ്നങ്ങൾ ഉടലെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ ഉദ്ദേശം എന്നുള്ളത് കൊണ്ടാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന പദ്ധതി സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടി കേരളത്തിലുടനീളം നടത്തിവരുന്നു. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന വിവേചനങ്ങൾ കടന്നുവരുത്താൻ, ചൂഷണങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ്. 1990 നിയമസഭ പാസാക്കിയിട്ടുള്ള വനിതാ കമ്മീഷൻ ആക്ട് പ്രവർത്തനപഥത്തിൽ എത്തിക്കാൻ 1996 തുടക്കമിട്ട പ്രഥമ വനിതാ കമ്മീഷൻ അതിന്റെ അധ്യക്ഷയായി ചുമതലയേറ്റിരുന്ന പ്രശസ്ത കവയിത്രി ശ്രീമതി സുഗതകുമാരി ടീച്ചർ. അവർ കേരളത്തിൽ അന്ന് നടന്നുകൊണ്ടിരുന്ന യാതനാനിർഭരമായിട്ടുള്ള പെൺകുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ട് കണ്ണീരൊഴുക്കി ഒട്ടേറെ കവിതകൾ അവരെഴുതിയിട്ടുണ്ട്, അത് ആലാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 28 വർഷക്കാലമായി കേരളത്തിന്റെ മുക്കിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നും സമൂഹത്തിൽ സ്ത്രീയെ വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുൻ വൈസ് ചാൻസലർ കുഹാസ്, ഡോക്ടർ MKC നായർ, വനിതാ കമ്മീഷൻ ഉദ്യോഗസ്ഥ സ്വപ്ന തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. വിവാഹമോചനങ്ങളും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും ഇത് നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്നു. ബന്ധങ്ങളുടെ തകർച്ച മൂലം നമുക്ക് നഷ്ടമാകുന്നത് ആരോഗ്യകരമായ ഒരു ബാല്യത്തെയും നല്ലൊരു തലമുറയുമാണ്. ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ബോധവൽക്കരണ ക്ലാസും കൗൺസിലിംഗും സംഘടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി, എല്ലാം ഒരു മുറിയിരിക്കുകയാണ്, ഓരോരുത്തരും മാറി മാറി വിളിക്കുകയാണ്. ഒന്നാമത്തെ എടുത്ത് രണ്ടാമത്തെ പറയുന്നത് ഇങ്ങനെ എല്ലാവരും വിളിച്ച് വെറുതെ പൈസ കളയാനില്ല, എല്ലാവരുടെയും പറഞ്ഞേക്ക് മാറ്റി വെക്കുന്നില്ല, അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പറഞ്ഞേക്കെന്ന് പറയും. പല ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് കള്ളം, പക്ഷെ ആരോടെ കള്ളം പറയരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോടെ കള്ളം പറയരുത്, സാറേ ആരോടെ കള്ളം പറയരുത്, നമ്മളോട് സ്വയം കള്ളം പറയരുത്, നമ്മളോടെ കള്ളം പറയരുത്. ഞാനൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ തെറ്റെന്ന് തന്നെ പറയണ്ട, നമ്മൾ എന്തോ ചെയ്തെങ്കിലും അത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നും. വേറെ ആളെ പറയുന്നില്ല, വേറെ ആൾക്ക് ശരിയെന്ന് തോന്നിയിട്ട് നമ്മളോട് സ്വയം തിരുത്തിയാണ്. അപ്പോൾ സെൽഫ് കൗൺസിലിംഗ് ഒരുപാട് ഗോളുണ്ട്. നിള സാംസ്കാരിക വേദി സെക്രട്ടറി പ്രിയ ശ്യാം പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു. നടത്തുന്ന മൂന്നാമത്തെ പരിപാടിയാണ് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും നിള സാംസ്കാരിക വേദി എന്തെന്ന് ചോദിച്ചാൽ ഒരു സംശയം ഉണ്ടാവും. കേരള വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമാണ്, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ നിള സാംസ്കാരിക വേദി എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളത് ഞാനൊരു ഒറ്റ വാക്കിൽ പറയാം. നിള സാംസ്കാരിക വേദി പ്രസിഡന്റ് K. വാസുദേവൻ നായർ അധ്യക്ഷനായിരുന്നു. വിളപ്പിൽ രാധാകൃഷ്ണൻ, A. വത്സകുമാരി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു.